നല്ല നമസ്കാരം. മാഗി ഗിലൻഹെൽ സംവിധാനം ചെയ്ത ദി ബ്രൈഡ്, ഒറ്റവാക്കിൽ പറഞ്ഞാൽ ലവ് ഇറ്റ്, ഫക്കിംഗ് ലവ് ഇറ്റ്. സൂപ്പർ, ക്ലാസ്, ക്ലാസിക്. വല്ലപ്പോഴും മാത്രമേ സംഭവിക്കത്തുള്ളൂ ഇതുപോലുള്ള ക്ലാസിക് സിനിമകൾ. ഉറപ്പായിട്ടും കാണുക. ഈ ആക്ടിങ്, ഡയറക്ഷൻ, അങ്ങനെയുള്ള ഈ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഈ സിനിമ കാണണം. കാരണം ഈ സിനിമയിൽ പഠിക്കാൻ ഒരുപാടുണ്ട്. ആക്ടിങ് ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, പിന്നെ ബാക്കി ടെക്നിക്കലായിട്ടുള്ള കുറേ സാധനങ്ങൾ, അതായത് കോസ്റ്റ്യൂം ഉൾപ്പെടെ, മേക്കപ്പ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കുറേ പഠിക്കാനുള്ളൊരു സിനിമ. ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സിനിമ. ക്ലാസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള ക്ലാസ് സിനിമ, ക്ലാസിക് സിനിമ കിട്ടുന്നത്. വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ കോർ പ്ലോട്ട് എന്ന് പറയുമ്പോൾ 1930കളിലെ ഷിക്കാഗോയിലാണ് കഥ നടക്കുന്നത്. പതിറ്റാണ്ടുകളായിട്ട് ഏകാന്തത അനുഭവിക്കുന്ന ഫ്രാങ്ക്ലിൻ സ്റ്റെയിൻ തനിക്കൊരു നല്ലൊരു പങ്കാളിയെ അല്ലെങ്കിൽ ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിനായി അദ്ദേഹം ഡോക്ടർ ട്രുഫോണിയാസിനെ സമീപിക്കുകയാണ്. അവർ കൊല്ലപ്പെട്ട ഐഡ എന്ന് പറയുന്ന യുവതിയെ പുനർജീവിപ്പിക്കുകയാണ്. എന്നാൽ വധുവായിട്ട് ഉയർത്തെഴുന്നേറ്റ ഐഡ പ്രതീക്ഷിച്ചതുപോലെ, ഫ്രാങ്ക്ലിൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു പാവം പെൺകുട്ടി ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അവൾ തൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ സ്വത്വം കണ്ടെത്തുകയും പുരുഷാധിപത്യത്തിനെതിരെ പോരാടുകയും സമൂഹത്തിന് ഒരു വലിയൊരു വിപ്ലവം തന്നെ തുടക്കമിടുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറുകയാണ്. ഫ്രാങ്കും വധുവും തമ്മിലുള്ള സങ്കീർണമായിട്ടുള്ള പ്രണയവും അവർ നടത്തുന്ന യാത്രയുമാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ആധാരമെന്ന് പറയുന്നത്. ഇനിയുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ ആക്ടിങ് ആൻഡ് ഡയറക്ഷൻ. മാഗി ഗില്ലൻഹാൽ എന്ന് പറയുന്ന ഒരു സംവിധായിക എന്ന ഒരു നിലയിൽ വലിയൊരു പരീക്ഷണമാണ് ഈ സിനിമ. ദൃശ്യങ്ങളിലും കഥാപാത്രങ്ങളിലും അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക ഒരു സിഗ്നേച്ചർ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു എന്ന് തന്നെ പറയണം. കിടിലം ഡയറക്ഷൻ. പിന്നെ ഇതിൻ്റെ മെയിൻ നമ്മുടെ ജെസ്സി ബാഗ്ലി, അഭിനയത്തിൻ്റെ എന്താ പറയുക, ഒരു വിസ്മയമാണ്. ഒരു കലവറ അല്ലെങ്കിൽ പെർഫോമൻസ് പവർ ഹൗസ്. എനിക്ക് അങ്ങനെയാണ് ജെസ്സിയെ എനിക്ക് ഫീൽ ചെയ്തത്. ഇരട്ട വ്യക്തിത്വങ്ങൾ, അതായത് കൊല്ലപ്പെട്ട ഐഡയുടെ ശരീരത്തിലൂടെ മേരി ഷെല്ലിയുടെ ആത്മാവ് വസിക്കുന്ന ഒരു സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, ജെസ്സി കൈകാര്യം ചെയ്തിരിക്കുന്ന ആ ഒരു രീതി കിടിലം. ഒരു വാചകം ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് ആ ഒരു ആക്സെൻറ്റ് മാറ്റി അവർ കാണിക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ. പിന്നെ അവരുടെ ആ ഒരു ശാരീരികമായിട്ടുള്ളൊരു മാറ്റം, പുനർജനിപ്പിക്കപ്പെട്ട ശേഷമുള്ള ആ ഒരു ബ്രൈഡിൻ്റെ ഒരു ചലനങ്ങൾ, പെട്ടെന്ന് തന്നെ ഒരു മോൺസ്റ്ററിൻ്റെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു പെർഫോമൻസ്, പിന്നെ നർത്തകി ആയിട്ടുള്ള ഒരു ലാളിത്യം കലർന്ന, പിന്നെ ഒരു ഭ്രാന്തമായിട്ടുള്ള കുറേ നിലവിളികളും ബഹളവും ഒക്കെ വച്ചിട്ട് സിനിമയ്ക്ക് കൊണ്ടുള്ള ഒരു ഹൊറർ ഒരു മൂമെൻറ്റ് കുറേ നൽകാൻ വേണ്ടി കുറേ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇരുന്ന ഐഡയിൽ നിന്നും ലോകത്തെ ഭയപ്പെടുത്തുന്ന ഒരു വിപ്ലവകാരിയായിട്ട് മാറുന്ന ഒരു മാറ്റം, വധുവിലേക്കുള്ള ആ ജെസ്സിയുടെ ഒരു മാറ്റം അഭിനയത്തിലൂടെ എനിക്ക് ആ വാക്കില്ല. ജെസ്സി ബാഗ്ലി ഒരു മികച്ച നടിക്കുള്ള ഒരു ഓസ്കാർ നോമിനേഷൻ മോനെ കരുതി വെച്ചോ. ഞാനിത് എഴുതി ഇട്ടിടക്കുകയാണ് എവിടെയെങ്കിലും, നിങ്ങൾ കരുതി വെച്ചോ. ഉറപ്പായിട്ടും 2026 ഒരു സാധനത്തിൽ ഈ സിനിമയ്ക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടും, ഉറപ്പാണ്. പിന്നെ നമ്മുടെ ക്രിസ്ത്യൻ ബെയ്ൻ, ഒരു വികാര നിർഭരനായിട്ടുള്ള ഒരു മോൺസ്റ്റർ. ക്രിസ്ത്യൻ ബെയ്ലിൻ്റെ ആ ഒരു ഫ്രാങ്ക് എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കിടിലം സാധനം. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോലമായിട്ടുള്ള ഒരു മനസ്സ്, ബ്രെയിനിൻ്റെ ഒരു ശാരീരികമായിട്ടുള്ള ഒരു ഭീകരത ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മാനസിക അവസ്ഥ മുഖത്ത് കാണുന്നതും, പിന്നെ പ്രേമത്തിനായി കൊതിക്കുന്ന അല്ലെങ്കിൽ ഏകാന്തതയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന കുറേ സാധനങ്ങൾ, പിന്നെ ഈ തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുന്ന ആ ഒരു പ്രണയം, സിനിമയോടുള്ള ഒരു
കരയുന്നു, പെട്ടെന്ന് കരയുന്നു, പെട്ടെന്ന് ചിരിക്കുന്നു, പെട്ടെന്ന് പ്രണയം തോന്നുന്നു, പെട്ടെന്ന് സെക്സ് തോന്നുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തോടൊരു സഹതാപം തോന്നുന്ന രീതിയിൽ കിടിലം പ്രകടനം. സാധാരണ ക്രിസ്ത്യൻ ബ്രെയിൻ്റെ സിനിമകളിൽ കാണാറുള്ളത് ഒരു ഒരു എന്താ പറയുക, മെത്തേഡ് ആക്ടിങ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിതിലുണ്ട്. തൻ്റെ ശരീരത്തിലും സംസാരത്തിലും ഒരു പ്രത്യേക ഒരു 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 എന്താ പറയുക, ഒരു 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 ബ്രൂട്ടൽ ക്യാരക്ടർ അതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പിന്നെ ഒരു ഒരു സബ് പ്ലോട്ടുകൾ ഒരുപാടുണ്ട് കേട്ടോ സിനിമയിൽ. ഒരു അതായത് ഈ മേരി ഷെല്ലിയുടെ ആത്മാവ് ഐഡയുടെ ശരീരത്തിലേക്ക് കയറി വരുമ്പോൾ മേരി ഷെല്ലിയുടെ ആത്മാവ് പ്രവേശിക്കുന്നതും അവളിലൂടെ തൻ്റെ കഥയെ, അല്ലെങ്കിൽ ബാക്കി വെച്ച ആ കഥ, എഴുതാൻ വെച്ച കഥയെ പിന്നെ കൊണ്ടുവരികയാണ്. ഒരു വധുവിൻ്റെ പെരുമാറ്റത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയാൻ ശ്രമിക്കുന്ന ഒരു സാധനം, ഉപകഥ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ഒരു വിപ്ലവം ഉണ്ടല്ലോ, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഷിക്കാഗോയിലെ അതോടൊപ്പം തന്നെ ന്യൂയോർക്കിലും ഒക്കെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ചലനം ഉണ്ടാക്കാൻ വേണ്ടി ശരിക്കും പിന്നെ ജെസ്സിക്ക് കഴിയുന്നു എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ ക്രൈം ബോസ്, പിന്നെ ഐഡയുടെയും ഭൂതകാലവും, ഐഡയുടെ പഴയ ആ ഒരു കാമുകനായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റവും, അതോടൊപ്പം തന്നെ കേസന്വേഷിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റവും, അതിൻ്റെ ഒരു വേറൊരു ലെവല്. പിന്നെ ആ ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഒരു പെനോപ്പി ക്രൂസ് അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു ക്യാരക്ടർ, അതോടൊപ്പം തന്നെ മോണോ ആ പെണ്ണിൻ്റെ അഭിനയം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ കീ മൂമെൻ്റായിട്ട് എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുറേ സീനുകളുണ്ട്. ഐഡയെ വധുവാക്കി മാറ്റുന്ന ഒരു തുടക്കത്തിലുള്ള ഒരു വൈദ്യുതി പരീക്ഷണം നടത്തുന്ന ഒരു ദൃശ്യം, അത് ഗംഭീരമായിട്ടുള്ളൊരു സാധനം. പിന്നെ ഒരു ഡാൻസ്, ന്യൂയോർക്കിലെ ഒരു പാർട്ടിയിൽ ഫ്രാങ്കും ബ്രൈഡും കൂടി ചേർന്നിട്ട് നടത്തുന്ന ഒരു വിചിത്രമായൊരു പെർഫോമൻസ്. ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മ്യൂസിക് ഒരു രക്ഷയില്ലാത്ത സാധനം. അവസാനത്തെ ആ രംഗം ഉണ്ടല്ലോ, പിന്നെ പോലീസ് ഇവരെ മൊത്തത്തിൽ വളയുന്ന സമയത്തുണ്ടാകുന്ന ഒരു സാധനം, അതൊരു ഇമോഷണൽ സാധനം. ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കുന്ന കുറേ സാധനങ്ങൾ. അതോടൊപ്പം തന്നെ തിയേറ്ററിനകത്ത് ഡ്രൈവ് തിയേറ്ററിനകത്ത് അവർ എത്തുമ്പോൾ അതിനകത്ത് ആ കാറിനകത്തുള്ള ഒരു കുറേ സീനുകൾ, അത് കഴിഞ്ഞിട്ട് അവസാനം ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ തോക്കും പിടിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ്, എൻ്റെ മോനെ ഇമോഷണലി നമ്മളെ ഒരു തിയേറ്ററിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്ന കുറേ കീ മൂവ്മെൻറ്റ്സ്, കുറേ സാധനങ്ങൾ, അവസാനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ, കിടിലൻ സാധനം, ഒരു രക്ഷയില്ലാത്ത സാധനം. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ഇത് നോക്കുമ്പോൾ സിനിമോട്ടോഗ്രാഫി ലോറൻസ് ഷെയറാണ്. അറിയാമോ? ലോറൻസ് ഷെയർ എന്ന് പറയുന്നത് നമ്മുടെ ജോക്കറിൻ്റെ ക്യാമറമാനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ആംഗിളുകൾ കിടിലം. പിന്നെ ഇതിൻ്റെ ഗിൽദൂർ ഗനാസി ഒരുക്കിയ സംഗീതം സിനിമയ്ക്കൊരു പ്രത്യേക സ്റ്റൈൽ. കാരണം സിനിമ നടക്കുന്ന ഒരു കാലഘട്ടം വ്യത്യസ്തമാണ്, അതുകൊണ്ട് തന്നെ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പിന്നെ ആ പാട്ട്, പഴയ സിനിമയ്ക്കകത്ത സിനിമ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. പിന്നെ ഇതിൻ്റെ കുറേ വികാരങ്ങൾ ഇത് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന പഴയ തരം ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അത് കിട്ടില്ല. പിന്നെ ഇതിൻ്റെ മേക്കപ്പ്, ഓസ്കാർ കിട്ടാൻ പറ്റുന്ന ഒരു സാധനം. ഓസ്കാർ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കുറേ സാധനങ്ങളുണ്ട്. ജെസ്സി ബേഗ്ലിയുടെ മുഖത്തെ വെളുത്ത കുറേ പാടുകൾ, അവളുടെ മുടിയിലെ വെളുത്ത വരകൾ, ക്രിസ്ത്യൻ ബ്രെയിൻ്റെ ശരീരത്തിലെ തുന്നലുകൾ, അതായത് അവർ സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് കാണിക്കുന്ന ബോഡി മുഴുവനും കാണിക്കുകയാണ്. അതിൻ്റെ ദൈവമേ, എന്തും മേക്കപ്പടാ, സൂപ്പർ. പിന്നെ അവരുടെ കോസ്റ്റ്യൂം, പിന്നെ പബ്ലിക്കായിട്ട് കുറേ പെണ്ണുങ്ങളുടെ വധുവായിട്ട് കുറേ ആൾക്കാർ വരുന്ന അവരുടെ ഡ്രസ്സിങ്, പിന്നെ ഇതിൻ്റെ മോണയുടെ ഡ്രസ്സിങ് കിടിലം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കോസ്റ്റ്യൂമിങ്, മേക്കപ്പ്, അവരുടെ ഹെയർ സ്റ്റൈല് കിടിലം സാധനം. പിന്നെ 1980-കളിലെ ഷിക്കാഗോയുടെ പശ്ചാത്തലത്തിൽ കഥാപാത്രങ്ങൾ ധരിക്കുന്ന ഇതിൻ്റെ വസ്ത്രങ്ങൾക്ക് അവർ വഹിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈല്, അതോടൊപ്പം തന്നെ ഫേസ് മേക്കപ്പ് ഒരുക്കിയിരിക്കുന്നത്,
അതോടൊപ്പം തന്നെ ഈ പിന്നെ ഇതിൻ്റെ ഇവിടെ കുറേ വരകളും ചുരികളൊക്കെ ഉണ്ട്, കുറേ സാധനങ്ങൾ നല്ല ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. ആ മേക്കപ്പൊക്കെ നല്ല ഗംഭീരമായിട്ട് തോന്നി. പിന്നെ ഈ സിനിമയിൽ കുറച്ച് ക്രിറ്റിസിസം പറയണം, കാരണം ഞാനത് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്, എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തോന്നിയ കുറേ സാധനങ്ങളുണ്ട്. സിനിമ ഒരേ സമയം കുറേ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ മേരി ഷെല്ലിയുടെ ആത്മാവ് വരുന്ന ഭാഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു നമുക്ക് ബോറടിപ്പിച്ചു, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദ്യം ഉയരുകയാണ്. പിന്നെ ഇതിൻ്റെ മിഡിലെത്തുമ്പോൾ ഇതിൻ്റെ പേസിങ് ഇത്തിരി സ്ലോ ആയി പോവുകയാണ്. അത് ഒരു 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 മടുപ്പുണ്ടാക്കുന്ന രീതിയിലായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇത് വിപ്ലവമാണ്, പിന്നെ ഇതൊക്കെ ആണ്, എന്ത് പുല്ലൊക്കെ ആയാലും കുറേ ഉപദേശങ്ങൾ നൽകുന്ന, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന കുറേ ഉപദേശങ്ങൾ പോലെ ഒരു സാധനം എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ സംഗീതവും പിന്നെ ഇതിൻ്റെ പിന്നെ ക്യാമറയും അത് ഒരു പഴയ സ്റ്റൈലായതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ പരീക്ഷണമായതുകൊണ്ട് ചിലയിടത്തൊക്കെ എനിക്കത് അത്ര ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയില്ല. സ്പെഷ്യലി അവരുടെ ആ ലാസ്റ്റ് തിയേറ്ററിൻ്റെ ഒരു സീനിൽ വരുന്ന സമയത്തുള്ള ഒരു സാധനങ്ങൾ എനിക്ക് അത്ര ഗംഭീരമായിട്ട് തോന്നിയില്ല. പക്ഷേ അഭിനയത്തിൻ്റെ കാര്യത്തിലും ഇതിൻ്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലും വെച്ച് നോക്കുമ്പോൾ സിനിമയിൽ പാളിച്ചകൾ മാറ്റി വെച്ചാൽ സിനിമ സൂപ്പറാണ്, ഒരു ഗംഭീര സാധനം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സിനിമ കഴിഞ്ഞിട്ട് എഴുന്നേറ്റൊന്നും പോകരുത്. സിനിമയുടെ എഴുതി കാണിച്ചതിന് ശേഷം പിന്നെയും കുറേ സ്ത്രീകളുടെ സ്ത്രീ ശാക്തീകരണവും വിപ്ലവവും അതിൻ്റെ എഫക്റ്റുകൾ എങ്ങനെയാണ് പുരുഷൻ്റെ മേൽ നടത്തുന്നത്, അതിനെക്കുറിച്ചൊക്കെ കുറേ സാധനങ്ങൾ പിന്നെയുമുണ്ട്. എഴുതി കാണിച്ചതിന് ശേഷമാണ് പിന്നെയും കാണുന്നത് അത്. അപ്പോൾ അത് മിസ് ചെയ്യരുത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിനിമയുടെ ആഫ്റ്റർ എഫക്റ്റായിട്ട് അത് കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൂടി കണ്ടിട്ട് വേണം തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. എന്തായിരുന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമ, പോരായ്മകളുണ്ടെങ്കിൽ പോലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് ദി ബ്രൈഡ്. താങ്ക് യു.